ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ SLRCയുടെ സംസ്ഥാന സംഗമവും അവാർഡ് വിതരണവും കോഴിക്കോട്ട് നടന്നു. SLRC പ്രതിനിധികളും മത, വിദ്യാഭ്യാസ, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരും സംബന്ധിച്ചു. ഖുർആൻ പഠന രംഗത്ത് 3 പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന പഠന കേന്ദ്രമാണ് SLRC. കോഴിക്കോട് തളി ജൂബിലി ഹാളിലാണ് വിവിധ പരിപാടികൾ നടന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന SLRC സംഗമത്തിൽ വൈജ്ഞാനിക സമ്മേളനം, ഖുർആൻ വിജ്ഞാന മത്സരങ്ങൾ, പുസ്തക പ്രകാശനം, സാംസ്കാരിക അവാർഡ് വിതരണ പൊതുസമ്മേളനം തുടങ്ങിയ സെഷനുകളാണ് ഉൾക്കൊള്ളിച്ചത്. വൈജ്ഞാനിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഹമ്മദ് ദേവർകോവിൽ MLA നിർവഹിച്ചു. ബഹുമാന്യനായ KV അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ നേതൃത്വത്തിൽ രൂപം കണ്ടിട്ടുള്ള ഈ സംഘടന ഇതിൻ്റെ ആവിർഭാവകാലം മുതൽ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ മറ്റ് പല പ്രഭാഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമുക്കൊക്കെയും അനുഭവപ്പെടാറുണ്ട്. പലപ്പോഴും ഈ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത ആളുകൾ തന്നെ കോഴിക്കോട്ട് വന്നാൽ KVയുടെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി പലപ്പോഴും ജുമഅക്ക് നമ്മുടെ ജയിലിനടുത്തുള്ള പള്ളിയിൽ എത്താറുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗ പാഠവും വിഷയങ്ങളിലുള്ള അവഗാഹക പാണ്ഡിത്യവും ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. അദ്ദേഹം ഈ സംഘടനയ്ക്ക് വേണ്ടി ഏതാണ്ട് ഒരു അർപ്പണം തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സമൂഹത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ രചിച്ചിട്ടുള്ള മഹാപുരുഷന്മാരെ നമ്മൾ സ്മരിക്കാറുണ്ട്. ജീവിച്ചിരിക്കെ തന്നെ അത്തരം അംഗീകാരം നേടിയെടുത്ത ഒരു മഹാപ്രതിഭയായി KV അബ്ദുൽ ലത്തീഫ് മൗലവി മാറിയിട്ടുണ്ട് എന്നത് ഏറെ നമുക്കൊക്കെയും അഭിമാനിക്കാൻ വകയുള്ളത് തന്നെയാണ്. തുടർന്ന് ഖുർആൻ വൈജ്ഞാനിക മത്സരങ്ങൾ നടന്നു. മികച്ച വിജയം നേടിയ പഠിതാക്കൾക്കുള്ള സ്വർണ്ണ മെഡലുകൾ ET മുഹമ്മദ് ബഷീർ MP-യും ഖുർആൻ വിജ്ഞാന മത്സരങ്ങളിലെ വിജയികൾക്കുള്ള അവാർഡുകൾ PK ബഷീർ MLA-യും ചടങ്ങിൽ വിതരണം ചെയ്തു. വിവിധ സെഷനുകളിലായി TP അബ്ദുള്ളക്കോയ മദനി, MP അഹമ്മദ്, ഡോക്ടർ PP മുഹമ്മദ് മുസ്തഫ, SLRC പ്രസിഡന്റ് P ഹാറൂൺ, KNM വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. SLRC ഡയറക്ടർ KV അബ്ദുൽ ലത്തീഫ് മൗലവി സമാപന പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. മേയർ ഡോക്ടർ ബീന ഫിലിപ്പിൽ നിന്നും